1991 സോവിയറ്റ് യൂണിയൻ തകർന്നത് 91 ഞാൻ പറഞ്ഞു. അപ്പോൾ ഉക്രൈൻ ഒരു സ്വതന്ത്ര രാജ്യമായി. റഷ്യ വേറൊരു രാജ്യം, ഉക്രൈൻ വേറെ രാജ്യം. ഉക്രൈൻ ഭൂപ്രദേശം റഷ്യയുടെയും യൂറോപ്പിൻ്റെയും ഇടയിൽ കിടക്കുന്ന അതിപ്രധാനമായ ഒരു ജിയോ പൊളിറ്റിക്കൽ സെൻറ്ററാണ് എന്നുള്ളതാണ് പ്രശ്നം. നമ്മുടെ യഥാർത്ഥത്തിൽ ഈ രാജ്യങ്ങളുടെ പ്രശ്നം മറ്റു രാജ്യങ്ങൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കുന്നതോ സ്വതന്ത്രമാകുന്നതല്ല. അതിൻ്റെ ഭൂമിശാസ്ത്രപരമായ കിടപ്പ് വളരെ വളരെ പ്രധാനമാണ്. കാരണം പ്രതിരോധ തന്ത്രപ്രധാനമായ സ്ഥലത്താണ് ആ പ്രദേശം കിടക്കുന്നതെങ്കിൽ എല്ലാ രാജ്യങ്ങൾക്കും അത് തലവേദനയാവും. അങ്ങനെ റഷ്യയുടെയും യൂറോപ്പിൻ്റെ ഇടയിൽ കിടക്കുന്ന ഭൂരാഷ്ട്രമായ വളരെ വലിയ പ്രാധാന്യമുള്ള ജിയോ പൊളിറ്റിക്കലായി ജിയോ എക്കണോമിക്കലായി പ്രാധാന്യമുള്ള ഒരു സ്ഥലമായിരുന്നു ഉക്രൈൻ. അതുകൊണ്ട് തന്നെ റഷ്യയ്ക്കത് അങ്ങോട്ട് സഹിക്കുകയായിരുന്നില്ല. ഉക്രൈനെ തൻ്റെ സ്വാധീന മേഖല നിലനിർത്താൻ എന്നും റഷ്യ ആഗ്രഹിച്ചു. ഉക്രൈൻ ആകട്ടെ യൂറോപ്യൻ യൂണിയനിൽ ചേർന്നേക്കും അല്ലെങ്കിൽ നാറ്റോ സഖ്യത്തിലേക്കൊക്കെ പോയേക്കും എന്നുള്ള ഭയമാണ് റഷ്യയ്ക്കുണ്ടായിരുന്നത്. 2011 ക്രൈമിയയുടെ അധിനിവേശം നടക്കുന്നു. 2014 ഉക്രൈനിൽ പാശ്ചാത്യ അനുകൂല ഗവൺമെൻറ് വന്നതിന് ശേഷം റഷ്യ ക്രൈമിയ എന്ന ഉക്രൈനിലെ പ്രദേശം സൈനികമായി പിടിച്ചെടുക്കുന്നു. അപ്പോൾ റഷ്യ എങ്ങനെയും ഉക്രൈനെ തീർക്കുക അല്ലെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ടുള്ള ക്രൈമിയ പോലുള്ള സ്ഥലങ്ങൾ പിടിച്ചെടുക്കുക. ഈ നടപടിയെ ലോകം വളരെ അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചലനങ്ങളും ചർച്ചകളും ഉണ്ടാക്കിയതാണ്. അതുപോലെ ഡോൺബാസ് പ്രദേശത്ത് ഡൊണസ്ക്, ലുഹാൻസ് റഷ്യൻ അനുകൂല വേർതിരിവ് സംഘങ്ങൾ ആയുധം ഏറ്റെടുത്തു കഴിഞ്ഞു. അങ്ങനെ അവർ ആയുധമെടുത്തു. അങ്ങനെ വലിയ തോതിലാണ് അവിടെ പ്രശ്നങ്ങൾ. 2022 ഫെബ്രുവരി ആയപ്പോൾ സമ്പൂർണ്ണമായ യുദ്ധത്തിലേക്ക് പോവുകയാണ്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഉക്രൈൻ നാറ്റോയിൽ ചേരാൻ ശ്രമിക്കുന്നു എന്ന കാരണം ചൂണ്ടിക്കാണിച്ച് വ്യാപകമായ സൈനിക അധിനിവേശം നടത്തുന്നു. എന്തായാലും വളരെ കൃത്യമായ ഒരു കാര്യമില്ലാതെ ഒരു രാജ്യം മറ്റൊരു രാജ്യമായി ചേരുന്നു, മറ്റൊരു സഖ്യമായി ചേരുന്നു എന്ന് പറഞ്ഞ് ഭാവിയിൽ ഞങ്ങൾക്ക് ഭീഷണി വരും എന്നൊക്കെ പറഞ്ഞാണ് റഷ്യ ഈ ബഹളമൊക്കെ ഉണ്ടാക്കുന്നത്. കീവിലേക്ക് ധാരാളം ടാങ്കുകൾ കയറി നൂറുകണക്കിന് പട്ടണങ്ങളാണ് റഷ്യ ഉക്രൈൻ പട്ടണങ്ങൾ നശിപ്പിച്ചത്. ലോകമെമ്പാടുമുള്ള രാജ്യങ്ങൾ റഷ്യക്കെതിരെ തീവ്രമായ സാമ്പത്തിക ഉപരോധവും സാങ്ഷൻസ് അല്ലെങ്കിൽ എക്കണോമിക് സാങ്ഷൻസ് ഏർപ്പെടുത്തി. സാമ്പത്തിക ഉപരോധം അമേരിക്കയും യൂറോപ്യൻ യൂണിയനും ബ്രിട്ടനും ഉക്രൈൻ ആവശ്യമായ സഹായം ചെയ്തു കൊടുത്തു.